ചിണ്ടനുറുമ്പും കുഞ്ഞനുറുമ്പും കൂടി രാവിലെ നടക്കാനിറങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാടാണെന്ന് തോന്നിക്കുന്ന കുഞ്ഞു പുൽത്തകിടിയിലൂടെയാണ് അവർ നടന്ന് പോകുന്നത്. എന്ത് രസമായിരിക്കും ഈ സ്ഥലവും പുൽക്കാടും ഒക്കെ മുകളിൽ നിന്ന് കാണാൻ. നമുക്ക് പറക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായനല്ലേ? ചിണ്ടൻ ചോദിച്ചു. അങ്ങനെയൊന്നും ആലോചിക്കണ്ട, ഉള്ളത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം, കുഞ്ഞൻ പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ട് പോകവേ കണ്ടു, വെളുത്ത നിറത്തിൽ എന്തോ കിടക്കുന്നു. പഞ്ചസാര കട്ടകളാണ്. ആരുടെ കയ്യിൽ നിന്നോ എങ്ങനെയോ വീണു പോയതാവാം. ആരും കണ്ടിട്ടില്ല. ചിണ്ടനും കുഞ്ഞനും അവിടെ നിന്ന് ആവോളം പഞ്ചസാര കഴിച്ചു. വയറ് നിറഞ്ഞപ്പോൾ ചിണ്ടൻ പറഞ്ഞു, പോവാം, വയറ് ഫുള്ളായി. കുഞ്ഞനൊരു പഞ്ചസാര കട്ട കൂടി കയ്യിലെടുത്തു. എന്തിനാ ഇത്? പിന്നെ കഴിക്കാനാണോ? വെറുതെ എന്തിനാ ഇത് ചുമക്കുന്നേ? തിരികെ വരുമ്പോൾ കഴിക്കാമല്ലോ, ചിണ്ടൻ ചോദിച്ചു. ഒരു വഴിക്ക് പോകുമല്ലേ, ഇരിക്കട്ടെ. കുഞ്ഞൻ അതും തലയിൽ ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ നടന്ന് പോയപ്പോൾ അതാ തലയ്ക്ക് മുകളിൽ കൂടി എന്തോ പറക്കുന്നു. ഒരു തുമ്പിയാണ്, നല്ല ഭംഗിയുള്ള ഒരു തുമ്പി. അവരെ കണ്ടപ്പോൾ തുമ്പി നിലത്തേക്ക് വന്നു. അല്ല, എന്താണ് നിന്റെ തലയിൽ? നല്ല ഭാരമുണ്ടല്ലോ. അതെ, ഇത് നല്ല രുചിയുള്ള മധുര പദാർത്ഥമാണ്, പഞ്ചസാര കട്ട. തുമ്പിച്ചേട്ടന് വേണോ? വേണേലെടുത്തോളൂ. എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ നിങ്ങളുടേതല്ലേ, ഞാൻ എങ്ങനെ കഴിക്കും? ഓ, അങ്ങനൊന്നുമില്ല, ഞങ്ങൾ കഴിച്ചതാ. ഇത് കുഞ്ഞൻ വെറുതെ എടുത്തതാണ് തുമ്പിച്ചേട്ടാ. കുഞ്ഞൻ അത് തുമ്പിക്ക് നേരെ നീട്ടി. തുമ്പി സന്തോഷത്തോടെ ആ പഞ്ചാരക്കട്ട കഴിച്ചു. വാവ്, എന്തൊരു രുചി! ഒരുപാട് സന്തോഷം ഉറുമ്പുകളെ. ആട്ടെ, എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? ഒന്നുമില്ല, വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. ചിണ്ടൻ പറയായിരുന്നു, പറന്ന് നടക്കാൻ പറ്റിയെങ്കിൽ ഈ തോട്ടമൊക്കെ മുകളിൽ നിന്ന് കാണായിരുന്നു എന്ന്. തുമ്പിച്ചേട്ട ഭാഗ്യം. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ? അങ്ങനെ പോയാലോ ചിണ്ട? കുഞ്ഞ, നിങ്ങൾക്ക് പറന്ന് നടക്കണോ? വേണം, പക്ഷെ എങ്ങനെ? എന്റെ മുകളിൽ കയറിക്കോളൂ, എന്നിട്ട് നല്ലോണം പിടിച്ചിരുന്നോളാം. ശരിക്കും? ആ, ശരിക്കും. അതെ, കയറിക്കോളൂ. സന്തോഷത്തോടെ ചിണ്ടനും കുഞ്ഞനും തുമ്പിയുടെ മുകളിൽ കയറി, പിന്നെ ഇറുക്കി പിടിച്ചിരുന്നു. പോകാം, റെഡിയായോ? പോകാം. ചിണ്ടനും കുഞ്ഞനും ആവേശമായി. തുമ്പി അവരെ കൊണ്ട് പറന്ന് പൊങ്ങി. ചിണ്ടനും കുഞ്ഞനും വിശ്വസിക്കാനായില്ല. എന്തൊരു ഭംഗി മുകളിൽ നിന്നും ആ പുൽക്കാടും പൂക്കളും ഒക്കെ കാണാൻ. തുമ്പി അതിവേഗം പറന്ന് അവിടെ കറങ്ങി നടന്നിരുന്ന നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെയും പട്ടിക്കുട്ടിയുടെയും അടുത്തുകൂടി പറന്നു. പിന്നെ കുറേ ദൂരെ മേയുന്ന പശുവിൻ്റെ അടുത്തുകൂടിയും വീടിന് പുറകിലെ കുളത്തിലെ മീനുകൾ, തവള, ആമ എല്ലാത്തിനും ഇടയിലൂടെയും പറന്ന് നടന്നു. കുറച്ചു ദൂരം പറന്ന ശേഷം തുമ്പി ചോദിച്ചു, മതിയായോ ചിണ്ടാ കുഞ്ഞ? മതി തുമ്പി ചേട്ടാ. എന്നാൽ താഴേക്ക് പോകാമോ? പോകാം, പക്ഷെ പോകുമ്പോഴല്ലേ നമുക്ക് ആ പഞ്ചസാര കെട്ടകൾ കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെ വഴി പോയാലോ? തുമ്പിച്ചേട്ടനും മധുരം കഴിക്കാം. അങ്ങനെ നല്ല ഐഡിയ. പറന്ന് ചെന്ന് പഞ്ചസാരക്കട്ടകൾ കിടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും വിശപ്പായതിനാൽ ചിണ്ടനും കുഞ്ഞനും പിന്നെ തുമ്പിയും അവോളം പഞ്ചസാര കഴിച്ചു. നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞാ ചിണ്ട. നമുക്ക് നാളെയും കാണാം. സന്തോഷം തുമ്പിച്ചേട്ടാ. നാളെയും ഞങ്ങളെ പറക്കാൻ കൊണ്ടുപോ. ഉറപ്പായും ഞാൻ നിങ്ങളെ വേറെ ഒരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവാ. തുമ്പി പറഞ്ഞു. ഓക്കേ തുമ്പിച്ചേട്ടാ, നാളെ കാണാമേ. ചിണ്ടനും കുഞ്ഞനും തുമ്പിയോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി.